ആരാ ഇത്? എന്റെ കൊച്ചെ, ഇവിടെ ചെവിക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അയ്യോ സോറി, ഞാൻ അടിച്ചിട്ട് തുറക്കാഞ്ഞപ്പം. അല്ലേ, അവിടുന്ന് ഇവിടെ വരെ നടന്ന് എത്തണ്ടായോ? എന്നതാ, പുസ്തകം വല്ലതും ആണോ? ഇവിടെ ആർക്കും വേണ്ടായേ? അയ്യോ അല്ല, ഞാൻ സന്ധ്യമ്മടുത്ത് കാണാൻ വന്നതാ. ഞാൻ ഈ സമയത്ത് എല്ലാ ദിവസം വരാറ്. ആ അത് ശരി. എന്നാ കയറി വാ. അയ്യോ, എൻ്റെ കൊച്ചെ, എന്നതാടാ നീ കാണിച്ചു വെച്ചേക്കുന്നേ? മൂത്രം ഒഴിച്ച് കുളമാക്കിയല്ലോ. അയ്യോ മോളെ, അതുകൊണ്ട് ആ തുണി എടുത്താൽ മൂത്രം അങ്ങ് തുടച്ച് കളാ. എനിക്ക് നടുവയ്യ, ഒട്ടും കുനിയാൻ വയ്യ. ഞാനോ? അല്ലേ, ഇതെന്നാ ചാണകം മെഴുകുവാന്നോ? ആ തുണി അങ്ങോട്ടെടുത്ത് വിരിച്ച് നല്ലതുപോലെ തുടയ്ക്ക്. ഇനി ദേ ആ കുഞ്ഞിനെ എടുത്ത് ഇപ്പുറത്തോട്ടിരുത്തി വെച്ച് അവിടെ കൂടെ അങ്ങ് തുടയ്ക്ക്. പതുക്കെ സൂക്ഷിക്കണേ. ഇനി അവിടെ തുടയ്ക്ക്. എന്നിട്ട് ദേ ആ നിക്കറും കൂടെ അങ്ങ് മാറ്റണം കൊച്ചിന്റെ. അത് ആകെപ്പാടെ നനഞ്ഞിരിക്കുക. എന്റെ കൊച്ചെ, ഇതൊന്നും നിനക്ക് അറിയാൻ മേലേ? അല്ല കൊച്ചേ, നിനക്ക് വേറെ പണി ഒന്നും കിട്ടാത്തതുകൊണ്ടാണോ സിനിമയിലേക്ക് ഇറങ്ങിയത്? അയ്യോ അല്ല, എനിക്ക് സിനിമ ചെറുപ്പം തുടങ്ങിയ ഇഷ്ടമാണ്. എന്നാലും ഒരു ഓഫീസിലൊരു നല്ല പണിയുള്ള കൊച്ചാണെന്ന് അറിയുമ്പോഴല്ലേ ഒരു നല്ല ആലോചനയൊക്കെ വരുത്തുള്ളൂ. അയ്യോ സാറേ, ഞാൻ പറയാൻ മറന്നുപോയി. അമ്മച്ചിയുണ്ട്, സൂക്ഷിക്കണം. ഞാൻ വന്നിട്ട് വന്നാ മതിയെന്ന്. പിന്നെ ഞാൻ ഈ കൊച്ചിനോടൊന്നും രണ്ടും വർത്തമാനമൊക്കെ പറഞ്ഞു തമാശയൊക്കെ പറഞ്ഞിരിക്കുമല്ലായിരുന്നു, അല്ലയോ? അമ്മേ, ഒരു ചായ തന്നെ. അയ്യോ, ജീവൻ എന്നാ ഓഫീസിൽ പോയി തുടങ്ങിയ മേട് വരുന്നവരെ ഞാൻ നാട്ടിൽ നിന്ന് അമ്മച്ചിയെ പൊക്കി. അവൻ പറഞ്ഞില്ലേ? ഇല്ല ഇല്ല. എന്താ ഇപ്പൊ ഫോൺ വിളിയും മെസ്സേജും ഒന്നും ഇല്ലേ? അങ്ങനൊന്നുമില്ല മാം. അമ്മച്ചിയോട് ഇപ്പോഴൊന്നും പറയണ്ട, സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. അയ്യോ മാം, അങ്ങനെ മാം പറയണ പോലെ അങ്ങനെ ഒന്നുമില്ല. നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് എത്രയും വേഗം പറയുന്നത് തന്നെയാ നല്ലത്. അത്രയും കൂടുതൽ കാലം ഒന്നിച്ച് ജീവിക്കാൻ കിട്ടുമല്ലോ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി. ആ സാറാ, വേണമെങ്കിൽ ഇനിയിപ്പോ ചേച്ചിന്ന് വിളിക്കാം കേട്ടോ.